ഹലോ വെൽക്കം ടു നീതൂസ് ക്രാഫ്റ്റ് വേൾഡ്. നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള പേപ്പർ സ്ലിംഗ് ബാഗ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാറ്റേൺ പേപ്പറോ നിങ്ങളുടെ കയ്യിലുള്ള കളർ പേപ്പറോ റാപ്പിംഗ് ഷീറ്റോ എന്ത് വേണേലും എടുക്കുക. അതിൽ മുകളിലായിട്ട് ആദ്യം ഇതുപോലെ 2 സെൻറ്റിമീറ്ററിൽ ഓരോ സെൻറ്റിമീറ്ററിൽ 2 പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഇങ്ങനെ ഹാഫ് ആക്കിയിട്ട് മടക്കുക. അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ആ സെൻറ്ററിലേക്ക് 2 സൈഡും ആദ്യം ഈ സൈഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഈ സൈഡും അതേപോലെ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ അത് ഓപ്പൺ ആക്കിയിട്ട് അതിങ്ങനെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഈ കാണുന്ന പോലെ മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഞാൻ പറയുമ്പോൾ അറിയില്ലായിരിക്കും, വീഡിയോ കണ്ട് അതുപോലെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഈ കോർണർ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡും ഇതുപോലെ ഒരു ലൈൻ ഉണ്ടാവും. ആ സൈഡും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലേ ആ കറക്റ്റ് ലൈന് കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൈൻസ് നമുക്ക് അകത്ത് കാണാൻ പറ്റും. അതിനുശേഷം ഈ ഭാഗം അതിലേക്ക് നല്ലപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത് അപ്പം തന്നെ ഗമ്മ് തേച്ച് ഒട്ടിക്കാട്ടോ. ഞാനിവിടെ പശ തേച്ച് ഒട്ടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇത് നല്ല രീതിക്ക് 2 സൈഡും ഇതേപോലെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ മടക്കി ആ സൈഡ് നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പേപ്പർ എടുക്കുക. അത് ഈ 2 സൈഡും ഇതുപോലെ ഒരു ചെറിയ മടക്ക് കൊടുത്തതിന് ശേഷം ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡും ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മറ്റേ പീസ് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഈ സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ സൈഡിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കുക. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഗമ്മ് തേച്ച് കൊടുത്താൽ ഒന്നുകൂടി സെക്യൂർ ആയിട്ടിരിക്കും. ഇങ്ങനെ 2 സൈഡും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാഗിന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു ചെറിയൊരു ബോ കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റായി നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്ലിംഗ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.